ലച്ചുമോളെ, മുത്തച്ഛന്റെ പൊന്നേ, വാ 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 വാ. അവിടെ പോയിരുന്നു നാമച്ച വിഷു. ഓടല്ലേ ഓടല്ലേ ഓടല്ലേ, പതുക്കെ പതുക്കെ. മുത്തച്ഛന്റെ കോട ഇവിടെ വെക്കാം. ഭഗവാനെ ആ ലച്ചുക്കുട്ടാ, മിഠായി മിഠായി മിഠായി. അല്ല, അച്ഛനെന്താ ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട മോളെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അയ്യോ, അതെന്താ അച്ഛാ? ആ ഞാനും ദാസും കൂടി അമ്പലത്തിൽ നിന്ന് തൊഴുത് മടങ്ങി വരുമ്പോ വഴിയിൽ വയ്യാത്തൊരവസ്ഥയിൽ ഒരാളെ കണ്ടു. കണ്ടപ്പോ അച്ഛൻ്റെയൊക്കെ പ്രായം വരുന്ന ഒരാളാന്ന് തോന്നി. പിന്നെ ഞാനും ദാസും കൂടി അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം അയാളുടെ കൂടെ നിൽക്കേണ്ടിയും വന്നു. ഒന്നും പറയണ്ട. ഓ ആണോ? എന്തു പറ്റിയതായിരുന്നു അച്ഛാ? വണ്ടി വല്ലതും അയാളെ തട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഭാഗ്യം, രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതെ മോളെ, നമ്മളെങ്ങാനും അവിടെ നിന്ന് നോക്കാതെ മുഖം തിരിച്ചു പോയാ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവനായിരിക്കില്ലേ. നമ്മള് കുറച്ച് വെള്ളം എടുത്തേ. ലച്ചുക്കുട്ടാ, മിഠായി ഇതുവരെ തിന്നില്ലേ? ഇതെങ്ങനെ പൊട്ടിക്കുന്നറിയോ? ഇങ്ങനെ പിടിച്ച് ഇവിടുന്ന് വെള്ളം. പിന്നെ രഘുവിടെ, അവനോടില്ലേ? അകത്തുണ്ടച്ചാ. അത് ശരി, എപ്പോഴും അവന്റെ പെരുമാറ്റത്തിന് മാറ്റമൊന്നുമില്ലല്ലേ? എവിടെന്ന് അതിന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവന്റെ സമാധാനത്തിന് വേണ്ടിയല്ലേ ആ പണം ആമിക്ക് കൊടുത്തത്. എന്നിട്ടും മാറ്റമൊന്നും ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്കൊന്നും അറിയില്ല അച്ഛാ. അവൾ ഇയാളെ ഇങ്ങോട്ട് വിളിക്കുകയോ ഇയാൾ അങ്ങോട്ട് വിളിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യവും വാശിയൊക്കെ വീണ്ടും കുടിച്ചു തീർക്കുക. ഞാനും മോൾ ഇവിടെ തനിച്ചാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. കുഞ്ഞിനെ ഓർത്തെങ്കിലും മാറ്റം വരുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല അച്ഛാ. അങ്ങനെ അവന്റെ സമാധാനം നഷ്ടപ്പെടാൻ മാത്രം വീണ്ടും എന്ത് പ്രശ്നം ഉണ്ടായത്? ആർക്കറിയാ അച്ഛാ? എന്തെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാലല്ലേ അറിയൂ. ഇത്ര തന്നെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ബോധമില്ലാതെ ഉറക്കത്തിൽ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിനൊരു പരിഹാരം വേണ്ടേ? അത് നമ്മൾ പറഞ്ഞിട്ട് എന്താ അച്ഛാ കാര്യം? രഘുവേട്ടനും കൂടെ തോന്നണ്ടേ? ഏതോ ഒരുത്തിക്ക് വേണ്ടി നശിക്കാൻ തുനിഞ്ഞിറങ്ങിയ നമ്മൾ എന്ത് ചെയ്യാനച്ചാ? എല്ലാം എന്റെ വിധിയാ. അതിനാരെയും പഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. നീ വിഷമിക്കാതെ മോളെ, എല്ലാം ഉടനെ തന്നെ ശരിയാവും. അച്ഛൻ പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്കും നീ രഘുവിനെ കൂടെ ഒന്ന് വിളിച്ചു വരുത്ത്. നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. വരുമെന്ന് അറിയില്ല അച്ഛാ. ഇപ്പോ വിശപ്പും ദാഹമൊന്നും ഇല്ലാത്ത അവസ്ഥയാ. അച്ഛൻ ചെന്ന് ഫ്രഷ് ആവ്. ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. ശരി. രഘുവേട്ടാ, രഘുവേട്ടാ, എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ, എഴുന്നേൽക്ക്. ദേ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വിളിക്കുന്നു എന്ന് എഴുന്നേൽക്ക്. ദേ അച്ഛൻ നിങ്ങളെ തിരക്കിന്ന്, എഴുന്നേൽക്ക്. എന്താ അമ്മ വന്നോ? ആ അതെ, ഇത്ര നേരം അതല്ലേ പറഞ്ഞത്. ഒന്ന് എഴുന്നേറ്റ് കുളിച്ചു വന്ന് വല്ലത് കഴിച്ചേ. എനിക്കൊന്നും വേണ്ടേ, നീ പോ. അതെന്താ വേണ്ടാത്തത്? ഇങ്ങനെ മദ്യം മാത്രം കുടിച്ചോണ്ടിരുന്നാ നിങ്ങളെ കരലടിച്ചു പോകുന്നേ. പോട്ടെ, അതിന് നിനക്കെന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ നഷ്ടം എനിക്കും എന്റെ കുഞ്ഞിന് മാത്രം.
അല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ദേ, എനിക്കെല്ലാം അറിയാം. നീ കൂടുതൽ പഠിപ്പിക്കാനോ മനസ്സിലാക്കിക്കാനോ നോക്കണ്ട. അയ്യോ, അല്ലെങ്കിലും ഞാൻ അതിനൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണേലും ചെയ്തോ, ഞാനൊന്നിലും ഇടപെടുന്നില്ല. അതാ നല്ലത്. പക്ഷെ എന്റെ അച്ഛൻ, ആ മനുഷ്യനൊരു പാവം. അത് നിങ്ങൾക്കറിയാലോ. ആ മനുഷ്യനെ വേദനിപ്പിക്കരുത്. അതിനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. പ്ലീസ് രഘുവേട്ട. അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ? അതെ, അച്ഛനെ സങ്കടപ്പെടുത്താതിരിക്കാനെങ്കിലും കുളിച്ചു വന്ന് നിങ്ങൾ വല്ലതും കഴിക്കണം. അല്ലെങ്കിലേ അച്ഛനും ഒന്നും കഴിക്കാതെ പട്ടിണിയിരിക്കും. ആ, ഞാൻ വരാം. നീ ചെല്ല്. എങ്കിൽ വേഗം കേറിയൊന്ന് കുളിക്ക്. എടി നീ ചെല്ല്, ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ? ഓ, എന്നെ കാണുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ പോയേക്കാം. ഡീ, അതെ, നീ പുതിയ കഥയൊന്നും മെനയണ്ട. ഞാൻ ആ രീതിയിലൊന്നുമല്ല പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്ര പൊട്ടിയൊന്നല്ല.